വെൽക്കം ബാക്ക് ടു സുബാ വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ഈ കുളിച്ച് റെഡി ആവുന്നത് എങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകണം. കുറേ ദിവസമായി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട്. ഇപ്പം ഇവിടെ തൊഴുവങ്കോട് ഉത്സവം നടക്കുകയാണെന്ന് അറിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇന്ന് അങ്ങോട്ടേക്ക് പോകാം. കുറേ ദിവസം കൊണ്ട് അവിടെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ എന്തായാലും ഇന്നായിരിക്കും നമുക്ക് സമയം ഒത്തു വന്നത്. കുളി നനയൊക്കെ പാസ്സാക്കി നിന്ന് മുടി ഉണക്കുകയാണ്. ഈ നനഞ്ഞ മുടിയോടെ പോകാൻ എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല. ഒരിടവും ഞാൻ പോവില്ല. മാക്സിമം ഇങ്ങനെ ട്രൈ ചെയ്താണ് കേട്ടോ എവിടെയെങ്കിലും പോകുന്നത്. അല്ല ഈ ക്ലിച്ച ഈ വെള്ളം മുടി നെറ്റ് വീഴുന്ന ഒരു സമ്പ്രദായമേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഡ്രസ്സിലും ആകും, നമ്മൾ പോണ വഴിയിലും ആകും. എനിക്കതിനോട് താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഇതത്ര നല്ല കാര്യമൊന്നും അല്ല ഇത് ചെയ്യുന്നത്. എന്നാലും അങ്ങനെ മുടിയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ വന്ന് അവൻ ഒരു നേരത്തെ റെഡിയാക്കി നിർത്തിയതിനെ കൊണ്ട് എൻ്റെ ഇന്ന് ചീപ്പ് വാങ്ങിച്ച് ഇന്ന് മുടി ചീവാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ മുടി കെട്ടിയൊന്നും വയ്ക്കാറില്ല. ഏട്ടന് ഒട്ടുമേ ഇഷ്ടമല്ല ഇങ്ങനെ കെട്ടി വെക്കുന്നതും. പിന്നെ ക്ഷേത്രത്തിലായോണ്ടാണ് ചില അമ്മമാർ പറയും ഇങ്ങനെ മുടി പിരിച്ചിട്ടുണ്ട് വരല്ലേ കൊച്ചേ എന്നൊക്കെ, ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ അവിടെ നിന്ന് കേൾക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടി കെട്ടി വെച്ചിട്ടോ. ഇങ്ങനെ വസുവിന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്തോട്ടോ. വസുവിന് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ചില സമയത്താണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ ആൾ ഇങ്ങോട്ടേക്ക് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ നിൽക്കില്ല ഇങ്ങനെ നിൽക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ പുറത്ത് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വസുവിൻ്റെയും. പിന്നെ വസു നമ്മുടേതും എടുത്തു തരും കേട്ടോ. നല്ല മൂഡാണെങ്കിലും നമുക്ക് തിരിച്ചും എടുത്ത് തരാറുണ്ട് കുട്ടി. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി. ക്ഷേത്രത്തിൽ അവിടെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും തന്നെ അലൗഡ് അല്ല. പിന്നെ ഓരോ സ്ഥലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ഹനുമാൻ ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഒരു വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സമാധാനമായിട്ട് അവിടെ നമ്മൾ തൊഴുതു. പിന്നെന്താ അവിടെ നിന്ന് കുറിയിട്ട ചടങ്ങാണ്. എൻ്റെ കുട്ടി കുറച്ച് ഭക്തി കൂടുതലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് വാരി പൊത്താണ് ചെയ്യുന്നത്. Like this. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് എൻ്റെ ഫോണിനൊരു കേസ് മേടിക്കണമായിരുന്നു. ഏട്ടൻ്റെ ടെമ്പേർഡ് ഒട്ടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ പോയി സാധനങ്ങളൊക്കെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നിടക്ക് ബസ് അവിടെ ഏതോ ഒരു ഫോണിൻ്റെ കേസ് കണ്ടിട്ട് അത് അവൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അൺനെസസറി കരച്ചിലും. ഇത് നമുക്ക് സ്ഥിരമാണ്, നമ്മൾ മൈൻഡ് ചെയ്യില്ല. കുറച്ച് നേരം കരയും, അത് കഴിയുമ്പം ആളെ സോൾവ് ആയി. നമ്മൾ പിള്ളേർ കരയണതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിനുശേഷം എനിക്കൊരു ട്രൈപോഡ് വാങ്ങാനായിട്ട് നമ്മളൊരു കടയിൽ കയറി. പിന്നെ അവിടുന്ന് 2 ബലൂൺ വാങ്ങിച്ചു കൊടുത്തപ്പം ആളൊക്കെ. പിന്നെ വസുവിന് പിറ്റേ ദിവസത്തേക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അരിയും നെയ്യും ഉണ്ടായിരുന്നില്ല, അത് വാങ്ങാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു കേട്ടോ. അത്ര തന്നെ. വേറെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ അരിയും നെയ്യും ഉണ്ടായിരുന്നില്ല. മീൻസ് ബിരിയാണി റൈസും നെയ്യും. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചു കുറേ നേരം വസു അവിടെ കിടന്ന് തിരിയുന്നുണ്ട്. വസുവിന് സൂപ്പർ മാർക്കറ്റ് അല്ലേ, കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വീക്ക്നെസ് പോലെയാണ്. അത് വേണം ഇത് വേണം. അവിടെയും എന്തോ സംഗതി കണ്ടു. അതിൻ്റെ പേരിലാണ് തീ ബഹളം വെച്ച് പിണങ്ങി ഇറങ്ങിയത്. പിന്നെ വീട്ടിൽ നമ്മൾ വന്നതിന് ശേഷം നമ്മളെപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ഹോംവർക്കാണ് ചേട്ടാ ചെയ്യുന്നത്. എപ്പോഴും അല്ല, ഞാൻ മാക്സിമം ഫ്രൈഡേ വൈകിട്ട് ഇരുത്തി ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ അവൻ അന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു ശനിയാഴ്ച ചെയ്യോ. അപ്പം പറഞ്ഞു ഇനി ഒരു ദിവസം കൂടെ ഉണ്ട് അമ്മ, നാളെ ചെയ്യാം, സൺഡേ ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഹോംവർക്ക് സെഷനാണ് ഈ നടക്കുന്നത്. മാത്സ് ആണ്. കുറേ കഥകൾ പറയും, കുറേ ഡൗട്ട് ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് മാത്രമേ ആള് എഴുതാറുള്ളൂ. എന്തോ ആയിക്കോട്ടെ, എഴുതാനുള്ളൊരു മനസ്സുണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു.
ഞായറാഴ്ച രാത്രിയാണ് എൻ്റെ ഹോംവർക്ക് ചെയ്യുന്ന ദിവസം സമയം. പിന്നെ അതിനുശേഷം ഇവൻ്റെ ഹോംവർക്ക് പരിപാടികൾക്ക് ശേഷമായിട്ട് എൻ്റെ പില്ലോ ഒക്കെ ഞാൻ പില്ലോ കവറിൽ നിറയ്ക്കുകയാണ് കേട്ടോ. ഇത് മീഷോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ പില്ലോ കവർ. പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു പൂക്കൃഷിയാണ്. സൂക്ഷിച്ചും കണ്ടും ഹാൻഡിൽ ചെയ്താൽ ഓക്കെ. ഞാൻ എടുത്ത വാക്കിന് തന്നെ ഒരെണ്ണം കീറിപ്പോയിട്ടുണ്ടായിരുന്നു, അതിനി സ്റ്റിച്ച് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം 5 സെറ്റാണ് കേട്ടോ വരുന്നത്. 147 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 147 രൂപയ്ക്കുള്ള ക്വാളിറ്റി അത്ര തന്നെ. അപ്പം എനിക്ക് 3 ആവശ്യമുള്ളൂ. അപ്പം 2 കയറി, പക്ഷേ 1 കീറിയത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അത് പിന്നീട് ഞാൻ തയ്ച്ച് എടുത്താൽ മതി. അങ്ങനെ അതിനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. നമുക്ക് 147 രൂപയ്ക്കുള്ള അത്ര ക്വാളിറ്റി പ്രതീക്ഷ മതി. പിന്നെ നമ്മൾ വരും വഴിക്ക് പൊറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു പാൽ കാന്താരി കറി, ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്.